എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരാണ്. ഇന്നത്തെ വീഡിയോ റിജോ ആൻ്റണിക്ക് വേണ്ടിയുള്ളതല്ല, പല റിജോമാർക്കും വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. വളരെ മാർപ്പ് അർഹിക്കാത്ത ഒരു ശൈലിയായിരുന്നു റിജോയിൽ നിന്നും നമുക്ക് കേൾക്കേണ്ടി വന്നത്. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. എനിക്ക് ഇനിയുള്ള റിജാമ്മോരോട് പറയാനുള്ളത് ഒന്ന് മാത്രം. നിങ്ങളൊന്നും മനസ്സിലാക്കണം. രാത്രിയും പകലും കഷ്ടപ്പെട്ട് ഓവർ ഡ്യൂട്ടിയും എടുത്ത് എന്തെങ്കിലും കുറച്ച് സാമ്പത്തികമുണ്ടാക്കി കഴിവതും വേഗം നാട്ടിൽ വന്ന് സെറ്റിൽമെൻ്റ് ആകാമെന്നുള്ള വിചാരത്തിൽ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാണ് രാജ്യത്തിൻ്റെ പുറത്ത് പല രാജ്യങ്ങളിൽ പോയി പണി ചെയ്യുന്നവർ. ഇവർ അവരുടെ വിവാഹം കഴിക്കേണ്ട സമയത്ത് തന്നെ ഇവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കാത്ത ഭാഗ്യഹീനകളാണ്. പല രാജ്യങ്ങളിലും അമേരിക്ക, കാനഡ, ന്യൂസിലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, UK, ഓസ്ട്രേലിയ, ഇറ്റലി, ഇങ്ങനെ പല രാജ്യങ്ങളിലും നമ്മുടെ ഒത്തിരി മലയാളി നേഴ്സുമാർ വർക്ക് ചെയ്ത് വരികയാണ്. നല്ല സമയം അവർ മൊത്തം അവർ ഉപയോഗിക്കുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയാണ്, കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയാണ്. അവരുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് ആരും വലുതായിട്ടും ചിന്തിക്കില്ല. കല്യാണപ്രായം കഴിഞ്ഞാൽ അവർക്ക് വിവാഹം കഴിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാകും. മുമ്പ് തോന്നൽ ഉണ്ടാകുന്നെങ്കിൽ തന്നെയും വീട്ടിലെ സാമ്പത്തിക നില ഒന്ന് ഭദ്രമാക്കിയിട്ട് കഴിച്ചാൽ മതി എന്നുള്ളൊരു വിചാരത്തിലാണ് പല നഴ്സുമാരും ഈ വിവാഹം കഴിക്കാൻ വൈകി പോകുന്നത്. ഇനി വിവാഹം കഴിക്കാമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഇവരേതെങ്കിലും ഒരു മുന്തിയ തരം പത്രങ്ങളിൽ പരസ്യം കൊടുക്കും. അതിൽ പരസ്യത്തിൽ കാണും, ലണ്ടനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ കാനഡയിലോ വർക്ക് ചെയ്യുന്നവരാണ്, വിവാഹം കഴിച്ചാൽ ഭർത്താവിനെയും കൂടെ കൂട്ടിപ്പോകും. അപ്പോൾ ഈ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഈ പരസ്യം കാത്തിരിക്കുന്ന കുറേ റിജോമാരും കാണും. എങ്ങനെയെല്ലാം തേടിയെത്തി ആ വീടുകളിലെത്തി എങ്ങനെയെങ്കിലും കല്യാണം ഉറപ്പിക്കും. ഇവരും ഈ കെണിയിൽ വീഴുന്നത് കല്യാണപ്രായമായിട്ടും കല്യാണം കഴിക്കാതിരിക്കുന്ന പലരാണ് ഈ നേഴ്സുമാരെ തേടിയെത്തുന്നത്. കാരണം ഇതെല്ലാമൊക്കെ യൂസ്ലെസ്, ഒരു മാന്യമായി വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്നുമല്ല. അങ്ങനെ മാന്യമായി വർക്ക് ചെയ്യുന്നവരാണ് അതിന് മുമ്പേ വിവാഹിതരാകും. ഇതൊക്കെ ഏതാണ്ട് ഒരു 45 വയസ്സൊക്കെ ആയാലും കല്യാണം കഴിക്കാതിരിക്കുന്ന കുറേ സാധനങ്ങൾ കാണും. അപ്പോൾ ഇവർ വിവാഹം കഴിക്കും, ഇവരോടൊപ്പം യാത്രയാകും. അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നത് വലിയ പ്രദർശനമായിരിക്കും. നേരെ അവിടേക്ക് എത്തും. വൈഫ് ജോലിക്ക് പോകും, ഹോസ്പിറ്റലിൽ എവിടെയാണെന്ന് വെച്ചാൽ അവർ ജോലിക്ക് പോയും, ഭർത്താവ് വീട്ടിൽ തനിച്ചാകും. ഇദ്ദേഹത്തിന് പെട്ടെന്ന് കയറി ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ഓടിക്കാനുള്ള ഒരു സ്ട്രെങ്തോ ആ ഒരു മനസ്സോ ഉണ്ടാവില്ല. കാരണം ആദ്യമായി കാണുന്ന ഒരു രാജ്യം, ഈ കള്ളടിക്കുന്നവരുടെ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ വിസ്ക്കും അതൊക്കെ കാണും. പിന്നെ പുതിയ കല്യാണമല്ലേ, ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം പാവം സ്ത്രീയും ശ്രമിക്കും. പെട്ടെന്ന് ജോലി ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഭാര്യമാരും കാണത്തില്ല. കുറച്ചല്ലേ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, സമാധാനമായി ആക്കാം. ഇതിൽ സംഭവിക്കുന്നതിൽ പകുതി പേരും കുറച്ച് കഴിയുമ്പോൾ ഭാര്യയോട് പറയും, ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് വരട്ടെ, അല്ലെങ്കിൽ അച്ഛന് സുഖമില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഉടായിപ്പ് പറയും. പാവം ഹസ്ബൻഡല്ലേ, ശരി എന്നായിക്കോളൂ. അവർ നേരെ നാട്ടിൽ വരും. ഈ നാട്ടിൽ വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു പെട്ടി വിസ്കി എന്തെങ്കിലും മദ്യങ്ങളൊക്കെ വാങ്ങി ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ പഴയ അളിയന്മാരെ പോകും, അളിയ വന്നു, അപ്പം എല്ലാം കൂടെ അങ്ങോട്ട് കൂടും. ഈ എല്ലാത്തിനും കൂടി അങ്ങോട്ട് കള്ളടിച്ച് അങ്ങോട്ട് ഫിറ്റാകുമ്പോൾ ഈ കള്ളുടിയന്മാരോട്, അളിയാ നീ ഇനി എന്തിനാ പോകണം, നമുക്ക് ഇവിടെയൊക്കെ അങ്ങ് കൂടിയാൽ പോരാ, അത് ഇപ്പോൾ കാശ് കഴിക്കത്തില്ലയോ, അത് നമുക്ക് ഇവിടെ അടിപൊളി നിൽക്കാമല്ലോ. അപ്പോൾ ഈ മണ്ടൂസുകൾ ഇതെല്ലാം അങ്ങോട്ടേക്ക് അത് ഓക്കെ ആണെന്ന് പറയും. ഇവൻ കള്ളടിക്കുക, ഇവനെ പിന്നെ അങ്ങോട്ടോട്ട് ഹൈടെക്കിലാക്കണം. നല്ല ബിസ്ക്കറ്റിലേ കൊടുത്തിരിക്കുക. നല്ല ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ ഇവനും അങ്ങോട്ടൊരു പ്രൗഡാ, ഞാൻ വന്നു. പിന്നെ
ഇവൻ അറിയപ്പെടുന്നത് കാനഡക്കാരനോ എന്താ പറയുക അമേരിക്കക്കാരനോ. ഇവൻ അങ്ങോട്ട് മാറും, മൊത്തം മാറി നല്ല അടിപൊളി ഒരു എന്താ പറയുക എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ മൊത്തം മാറും. കാര്യം മാസം തോറും നല്ല എമൗണ്ട് വരും. അപ്പോൾ അത് കൂട്ടുകാരുടെ നമ്മൾ അടിച്ച് പൊളിച്ച് വല്ല ക്ലബിലുമ്പോഴേ എല്ലാ അലവലാതി പരിപാടികളും അങ്ങോട്ട് പെടും. പക്ഷേ ഇവനൊക്കെ ഒന്നും ചിന്തിക്കില്ല. കഷ്ടപ്പെട്ട ആ പാവം പിടിച്ച സ്ത്രീ കഷ്ടപ്പെട്ട് അയക്കുന്ന പൈസയാണ്. ആ പൈസയുടെ വില മനസ്സിലാക്കാതെ വെറും മാക്സിമം അതിനെ ചിലവാക്കി എപ്പോഴും പൈസ പൈസ എന്നുള്ളൊരു ഇതായിപ്പം. ഇവൻ അധ്വാനിക്കാനുള്ള മൈൻഡും വരത്തില്ല. കാരണം ഇവൻ ജോലി ചെയ്യാതെ കിടന്നവനാണ്. അവൻതോ ഭാഗ്യത്തിന് കല്യാണം കഴിച്ച കാര്യം. ആ കഷ്ടമെന്ന് പറയുന്നത് ആ പാവം സ്ത്രീയുടെയാണ്. അവരുടെ ജീവിതം ആദ്യവും നരകം തന്നെയാണ്, വീണ്ടും കല്യാണം കഴിച്ചാലും നരകം തന്നെയാണ്. ഇങ്ങനെ എന്തോ ഒരു സ്ത്രീകൾ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് ഒന്ന് കണക്കെടുത്താൽ നമുക്കത് വിചിത്രമായിരിക്കും. ആ കണക്കുകളൊക്കെ നോക്കുമ്പോൾ കുറേ എണ്ണം ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞു പോകും. അതിൽപ്പെട്ട ഒരു ജാതിയാണ് ഈ റിജോ ആൻ്റണി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചാലക്കുടിയിൽ. എന്ത് മോശമായതാണ്. 2 കുട്ടികളുണ്ട്, നല്ലൊരു വീടുണ്ട്. ആ കുഞ്ഞുങ്ങളെ നോക്കാൻ വീട് നോക്കി മാന്യമായിട്ട് ജീവിക്കേണ്ട ഒരു മനുഷ്യൻ ചുമ്മാ അടിച്ച് ആർഭാടമായിട്ട് കൂട്ടുകാരുമായിട്ട് വെള്ളം അടിച്ച് കറങ്ങി ചുറ്റി അവസാനം കറിക്കത്തിയുമായി ബാങ്കിൽ പോയി കൊള്ളടിക്കേണ്ട ലെവലിലെത്തിക്കഴിഞ്ഞു. ഇപ്പം ജയിലിലുമായി. ഇയാൾക്ക് മാപ്പ് അർഹിക്കുന്നു? ഒരിക്കലുമില്ല. ഒരു കോടതിയും ഇയാൾക്ക് മാപ്പ് കൊടുക്കില്ല. കാര്യം അത്ര ക്രൂരതയാണ് ആ ഭാര്യയോടും ആ മക്കളോടും ആ കുടുംബത്തോടും ആ സമൂഹത്തോടും കാണിച്ചത്. സോ ദയവ് ചെയ്ത് ഉള്ള റിജവന്മാരോട് വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങളും ഇതേപോലെ കുഴികളിൽ പോയി ചാടരുത്. സ്വയം നിങ്ങൾ ആരെയും കുഴിയിൽ ചാടിപ്പിക്കുകയും ചെയ്യരുത്. നിങ്ങൾ വിവാഹിതനാണെങ്കിൽ ഏതെങ്കിലും നേഴ്സുമാരെ കല്യാണം കഴിച്ചാൽ അവരും സ്ത്രീകളാണ്, അവർക്കും ഹൃദയമുണ്ട്, അവർക്കും സ്നേഹം വേണം, അവർക്കും കുടുംബമുണ്ട്. അതിനുവേണ്ടി അവർ രാപകൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ക്യാഷിനൊരു വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർ കഷ്ടപ്പെടുമ്പോൾ ഒരു കുടുംബമാണ് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുന്നത്. അതേപോലെ അവർക്ക് സമാധാനം ഉണ്ടാകണം. കഴിയുന്നതും ഭാര്യമാർ, ദൂരമുള്ള ഭാര്യമാർ അയക്കുന്ന കാശിന് നല്ല രീതിയിൽ ചിലവാക്കുക. അതിൽ എന്തെങ്കിലും മിച്ചം പിടിക്കുകയാണെങ്കിൽ അത് നോക്കുക. ആർഭാട ജീവിതം ഒഴിവാക്കുക. നിങ്ങൾ ആർഭാട ജീവിതം നയിക്കേണ്ടത് നിങ്ങളുടെ കുടുംബവുമായിട്ടായിരിക്കണം. കണക്കുകളും കാര്യങ്ങളും നിങ്ങൾ അവർ കഷ്ടപ്പെടുന്ന ഓരോ പൈസയ്ക്കും വിലയുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തന്നെ 90% ആൾക്കാരും ഇന്ന് നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നു, നല്ല കെട്ടിടങ്ങൾ വെച്ചിരിക്കുകയും സമൂഹത്തിൽ വലിയ പേര്. ഇതെല്ലാം ആരെങ്കിലും അതിൻ്റെ പിന്നിൽ വിയർപ്പ് ഒഴുക്കുന്ന സ്ത്രീയോ പുരുഷൻ ആരെങ്കിലും കുടുംബത്തിൽ കാണും. അവരുടെ വേദന നമ്മൾ മനസ്സിലാക്കണം, മറക്കാതെ പോരുത്. അതുപോലെ തന്നെ ഇവരുടെ പേരൻസിനോടും പറയാനുള്ളത്, ദയവ് ചെയ്ത് ഒരു വിവാഹം ആലോചിക്കുമ്പോൾ ആ പയ്യൻ്റെ വേറബോൾസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ കുട്ടികൾ അയക്കുന്ന ക്യാഷ് നിങ്ങൾ ആർഭാടമായി ചിലവഴിക്കരുത്. കഷ്ടപ്പെട്ട് അയക്കുന്ന ക്യാഷാണ്. നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും വലിയ മണിമാളികകൾ പെയ്യുക, വലിയ മുന്തിതരം കാറുകൾ കാണും, 2-3 വേണ്ട പ്ലീസ്, അതൊന്നും ആകാൻ പാടില്ല. ഇനി വരും കാലങ്ങളിൽ നമ്മുടെ ചിലവുകൾ വളരെ അധികമാണ്. ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തിന് ഒരുപക്ഷെ മതിയാകാതെ ആകും. അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കഴിയുന്നതും നല്ല രീതിയിൽ സേവ് ചെയ്യുക. അവസാനം അവരുടെ പണിയും കഴിഞ്ഞ് ആൾക്കാരെ നാട്ടിൽ തിരിച്ചു വരുമ്പോൾ അവർക്ക് സുഖമായി ജീവിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ഇവിടെ നാട്ടിലുള്ള ഭർത്താക്കന്മാരുടെ കടമയാണ്. നിങ്ങളെപ്പോഴും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. സമൂഹത്തിന് ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയിലും പെടാതിരിക്കുക. കള്ളുകൊണ്ട് എല്ലാം നമുക്ക് നേടാൻ പറ്റിയില്ല. ആർഭാടം കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റിയില്ല, യാതൊന്നും നേടാൻ പറ്റിയില്ല. എപ്പോഴും നാം ചെയ്യേണ്ടത് നമ്മക്കൊണ്ട് കഴിയുന്ന, നാം ആർക്കും ഒരു ഉപദ്രവകാരിയായത് ലോകത്ത് മാറരുത്. നമ്മുടെ ഭാര്യയ്ക്കായിരുന്നാലും മക്കൾക്കായിരുന്നാലും മാതാപിതാക്കൾക്കായിരുന്നാലും നമ്മുടെ ബന്ധുജനങ്ങൾക്കായിരുന്നാലും നമ്മുടെ നാട്ടിനായിരുന്നാലും ഒരിക്കലും അവരെ നിങ്ങൾ മൂലം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾ മാത്രമേ അനുഭവിക്കൂ. നിങ്ങൾ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും ഒരിക്കൽ അത് പിടി വീഴും. അത് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. റിജോ, വെരി സോറി.
നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയത് പശ്ചാത്തപിക്കുക. നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടും. പറ്റിയാൽ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ ഉപദേശിക്കുക. മേലാൽ നിങ്ങൾ ചെയ്ത കണക്കുള്ള പോഴത്തനം സുഹൃത്തുക്കളെയും ചെയ്യാതിരിക്കാൻ അവരെ ഉപദേശിക്കുക. ഓക്കെ, ഇത്രയേ എനിക്ക് റിജോയിൽ കൊണ്ട്. ഐ ആം വെരി സോറി റിജോ. ഇനി ഒരു റിജോമാർ ഈ കേരളത്തിലുണ്ടാകരുത്. ഇങ്ങനെ ഒരു റിജോമാർ ഒരിക്കലും ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ നോക്കുക. എവിടെയെങ്കിലും ദൂരദേശത്തിരുന്ന് പണി ചെയ്യുന്ന പാവം പിടിച്ച നിങ്ങളുടെ ഭാര്യമാരെ നല്ല രീതിയിൽ നോക്കുക. അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക. അവരുടെ വേദനകൾ മനസ്സിലാക്കുക. ഓക്കെ, കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.